ഹായ് എവരിവൺ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അടിപൊളിയായിരിക്കാൻ ട്രൈ ചെയ്യണം, ബിക്കോസ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും, അതായത് എനിക്ക് ഡൗൺ ആയിട്ട് തോന്നുമ്പോഴൊക്കെ ഞാൻ എന്നെ റിമൈൻഡ് ചെയ്യുന്ന കാര്യമാണ്, ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് യു ഹാപ്പി. ഇങ്ങനെ മൂടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നോ വൺ കെയർസ്, എനിക്ക് മാത്രമാണ് നഷ്ടം. യു ഹാവ് ടു മേക്ക് യുവർ സെൽഫ് ഹാപ്പി. ലൈക്ക് ഐ റിമൈൻഡ് ദാറ്റ് ലൈൻ ഓൾവേസ് ടു മീ ഓൺ മൈ ബാഡ് ഡേയ്സ് വെൻ ഐ വാസ് മൂഡ് ഓഫ്, ലൈക്ക് എല്ലാപ്പോഴും. അതുകൊണ്ട് ഞാൻ പല വീഡിയോയുടെയും ഇൻട്രോ ലൈനായിട്ട് അതന്നെ പറയണേ, ബിക്കോസ് ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ഈ ഒരു വീഡിയോ ഐ ഡോണ്ട് നോ ഹൂ നീഡ് ടു ഹിയർ ദിസ് exactly right now, but I don't know, I got an intuition that I need to record this video, so it's finded you then adur sign aayittu thanne edukka and watch this video completely. There is something that you need to hear from this video from universe. For example, the yellow butterfly ne kurichu think ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ റെയർ ആയിട്ട് കാണുന്നതായിരിക്കാം, പക്ഷെ നമുക്ക് ആ ദിവസം എവിടെ നിന്നില്ലാതെ അത് കാണാൻ തുടങ്ങും. സോ അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫ്രീക്വൻസി നമുക്കത് വെളിയിൽ റിഫ്ലക്റ്റ് ആവണ പോലെ. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ വന്ന് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ചില പെട്ടെന്ന് എനിക്ക് ഒരു വീഡിയോ സ്ട്രൈക്ക് ചെയ്യാണ്, ഞാൻ അടുത്ത് കാണലുണ്ട്. സോ അതായത് പറഞ്ഞാൽ ഞാൻ ഇൻറ്റ്യൂഷനെ എത്ര പേര് ഞാൻ പറയണ പോലെ റെസനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക അലൈൻ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ബിലീവ് ഇൻ ഇൻറ്റ്യൂഷൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഫോർ യു, ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്: സ്റ്റേ സ്ട്രോങ്. Stay strong as much as you can, because നമ്മുടെ ഗുഡ് ഡേയ്സ് ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ക്ലോസർ ആണ്. അത് ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ റിയലൈസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ അതിലോട്ട് എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ യു വിൽ റിയലൈസ് ഇറ്റ്. ഓക്കെ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ദൂരം എന്ന ലെവല്. ഇപ്പൊ എൻ്റെ ഒരു സിറ്റുവേഷൻ പോലെ ഞാൻ കംപ്ലീറ്റ് ലൈഫ് എല്ലാം അടിപൊളി എല്ലാം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ബട്ട് ഗുഡ് ഡേയ്സ് മീൻസ് നമ്മുടെ സക്സസ് ആയ ഒരു പീക്കാൻ നിൽക്കുന്ന ഒരു ദിവസം മാത്രമല്ല, നമ്മുടെ ആ ഒരു ഡൗൺഫോൾ കഴിഞ്ഞ് നമ്മൾ കയറുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതാണ് ഒരു ഗുഡ് ഫേസിന്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐ എം ഇൻ ദാറ്റ് ഫേസ് റൈറ്റ് നൗ, ബിക്കോസ് ഇന്ന് ഞാൻ ചുറ്റും നോക്കുന്ന സമയത്ത് വാട്ട് ഐ വിഷ്ഡ് അവിടെയൊക്കെ റിസൾട്ട് വരാൻ തുടങ്ങി. ഇപ്പൊ എക്സാമ്പിൾ ഒരു മാങ്ങ മരം എടുത്തോ, അത് എന്താ പറയാ, ഫുള്ള് മാങ്ങ വന്ന് പഴുത്ത് അതിനകത്ത് മാങ്ങ എടുത്ത് കഴിച്ചു എന്നല്ല ഞാൻ പറയണേ, ബട്ട് ആ ഒരു എന്താ പറയാ മാവിന്റെ പൂവിടാൻ തുടങ്ങി, ആ ഇങ്ങനെ പച്ച കണ്ണിമാങ്ങകൾ ചെറുതായിട്ട് വരാൻ തുടങ്ങി എന്ന് പറയല്ലേ. അതിന് ശേഷമാണല്ലോ അത് എന്താ പറയാ വലിയ മാങ്ങയാവുന്നതും അത് പഴുക്കുന്നതും അത് പറിക്കുന്നതും. ആ ഒരു പ്രോസസ്സ് വേറെ. പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ്, ആ ഒരു റിസൾട്ട് കാണുന്നൊരു സ്റ്റേജ് ഉണ്ടാവില്ലേ, ഞാൻ ഇന്ന് ആ ഒരു ഫേസിലാണ് നിൽക്കുന്നത്. ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വേഴ്സ്റ്റ് ഫേസിന് ശേഷമുള്ള ഒരു ചെറിയൊരിത് എന്താ പറയാ, ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ചില ഇലകൾ തളിർക്കില്ലേ, അതേപോലെ. സോ ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാം ചെറുതായിട്ട് ഗ്രോയിങ് ആണ്. എൻ്റെ യൂട്യൂബ് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എൻ്റെ യൂട്യൂബിലൊക്കെ ഒരു 1000s of വ്യൂസ് പോകുന്നു, ഇത്ര പേര് ഞാൻ അത് കമന്റ് ചെയ്യുന്നു. ഇത്ര പേര് പറഞ്ഞാൽ 10-20-25 മേലെ ആൾക്കാർ എൻ്റെ റെസന്റ് വീഡിയോ കമന്റ് ചെയ്തിരിക്കുക. എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യമാണ്. കാരണം എൻ്റെ ഒരു ലോങ് വീഡിയോ ഒരാൾ കണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക, അതിനൊരു സപ്പോർട്ട് എനിക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഐ എം ഫീലിംഗ് ലിറ്ററലി സോ ഹാപ്പി ആൻഡ് സോ ഗ്രേറ്റ്ഫുൾ. ചില ആൾക്കാർ വിചാരിക്കും ഇവിടെ ഇത്ര സന്തോഷിക്കേണ്ട ആവശ്യമുണ്ടോ, 1 million ഒന്നുമല്ലോ അടിച്ചിരിക്കുന്നത്. ഫോർ മീ ദാറ്റ് 1K ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു million. അതായത് കോടികൾ കയ്യിലുള്ളവനെ സംബന്ധിച്ചോളം ഒരു അഡീഷണൽ ഒരു 10 കോടി വന്നു കഴിഞ്ഞാൽ അവനത് ഓക്കെ ആയിരിക്കും. അതേസമയം 10 രൂപ കയ്യിലുള്ളവനെ സംബന്ധിച്ചോളം കയ്യിൽ 1,00,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവനെ സംബന്ധിച്ചോളം അതൊരു വലിയൊരു കാര്യമാണല്ലേ. എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ഫോർ മീ ദാറ്റ് 1K എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ കാൻറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് മച്ച്. അത്രയ്ക്കും എൻ്റെ ലൈഫിൽ അത് വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫിലുള്ള ബാഡ് ഡേയ്സ് ഉണ്ടല്ലോ, ആ ഓരോ നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആയി കൈൻഡ് ഓഫ് ആ ലെവലിലേക്ക് ഇരുന്ന ദിവസങ്ങളോട് ഞാൻ നന്ദി മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം അന്ന് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ത്രൂ എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മെച്ചോറിറ്റി എൻ്റെ ലൈഫായിട്ട് റിലേറ്റഡ് ആയി എൻ്റെ ലൈഫിൽ നിന്ന് ലൈസൻസ് അല്ലാതെ ഇത് ഉണ്ടാവും, ബട്ട് മെച്ചോറിറ്റി അങ്ങനത്തെ അല്ല ഞാൻ ചെയ്യുന്നത്. ആ അടികളാണ് സത്യം പറഞ്ഞാൽ കയറി വരണം. അതായത് ഒന്നും ഇല്ലാതായി കിടന്ന ഒരു ആ ലെവലിൽ നിന്ന് ഒന്നും അല്ലാതായി കിടന്ന നിമിഷങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കയറി വരണം എന്നൊരു കൈൻഡ് ഓഫ് ഒരു സ്ട്രെങ്ത് കുറേ നമ്മളെ എന്താ പറയുക ഡിപ്രസ്ഡ് ആക്കിയിട്ടാണെങ്കിലും വീക്ക് ആക്കിയിട്ടാണെങ്കിൽ പോലും അവിടെ നിന്ന് കയറി വരാനുള്ള സ്ട്രെങ്ത് തന്നത് ആ ഒരു ബാഡ് ഡേയ്സ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ ഏത് ഫേസിൽ കൂടെ പോകണം ഇതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ കൂടെ പോകണം. കാരണം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനാൻസ് മാത്രമായിരിക്കണമെന്നില്ല. അതായത് ഫൈനാൻഷ്യൽ ഇഷ്യൂ ഉള്ളവനെ സംബന്ധിച്ചോളം അതായിരിക്കും അവന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അതേസമയം ഇനി അല്ല പേഴ്സണൽ ലൈഫിൽ വല്ല റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളവനെ സംബന്ധിച്ചോളം അതായിരിക്കും അവന്
ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേസമയം ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളവനെ സംബന്ധിച്ചോളം ബാക്കി ഒക്കെ വിട്ടേക്ക് എൻ്റെ ഹെൽത്ത് ഒന്ന് ശരിയായാൽ മതി, എനിക്ക് ഈ അസുഖം ഒന്ന് മാറി കിട്ടാൻ മതി എന്നുള്ളതായിരിക്കും അവൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഐ ഡോണ്ട് നോ, എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവനവൻ്റെ പ്രശ്നങ്ങൾ അവനവന് വലുത് തന്നെയാണ്. സോ ഐ ഡോണ്ട് നോ നിങ്ങൾ ഏത് ഫേസിലൂടെയാണ് പോകുന്നത്, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയാറില്ല, ചെറിയ പിള്ളേർക്ക് നിങ്ങൾക്ക് അത്ര ടെൻഷൻ അടിക്കാനുള്ള റീസൺ അവനെ അറിയുള്ളൂ. അവൻ്റെ ആ ഒരു മെന്റൽ കപ്പാസിറ്റി എബോ ആയിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ, അത് മറ്റുള്ളവന് ചെറുതാണെങ്കിൽ പോലും അവനത് അത്രയും പ്രഷറൈസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അത് വലുത് തന്നെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം, റൈറ്റ്? അത് കുഞ്ഞു പിള്ളേർക്ക് പോയി സൂസൈഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവൻ അത്രയും ആ കുഞ്ഞു മനസ്സിന് താങ്ങാൻ പറ്റാത്ത ലെവലിലുള്ള പ്രശ്നങ്ങളായിട്ടായിരിക്കും അവനെ തോന്നുന്നുണ്ടാവുക, ചിലപ്പോൾ അവൻ എക്സാഗ്രേറ്റ് ചെയ്തിട്ടാവാം. സോ ഐ ഡോണ്ട് നോ, ഞാൻ ഒരിക്കലും ഒരാളുടെ പ്രശ്നത്തിന് ചെറുതായിട്ടോ വലുതായിട്ടോ ഒന്നും ഞാൻ കണക്കാക്കുന്നില്ല. വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, നിങ്ങൾ ഏത് ഫേസിൽ കൂടെ പോകുന്നത് എനിക്ക് അറിയില്ലെങ്കിലും ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ വൺ തിങ്, ദാറ്റ് സ്റ്റേ സ്ട്രോങ്, പ്ലീസ് സ്റ്റേ സ്ട്രോങ്. ബിക്കോസ് നമ്മൾ വിചാരിക്കും കത്തിക്കൽ കഴിയും. നോ, എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുവാണ്, ദ ഗുഡ് ഡേയ്സ് ആർ മോർ ക്ലോസർ ദാൻ യു തിങ്ക്. അതിന് നിങ്ങൾ ഈ ഒരു ബേസ്റ്റ് ഫേസിൽ നിങ്ങളെ മാക്സിമം നശിപ്പിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന ലെവലിൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കാതെ ആ ഒരു ഫേസ് ഗോ ത്രൂ ചെയ്യുക, അതിന് എണീക്കുക. നിങ്ങൾ എണീക്കാതെ നിങ്ങൾ ആർക്കും ഒരിടത്തോട്ട് എത്തിക്കാൻ ദൈവത്തിനെ കൊണ്ടോ യൂണിവേഴ്സിനെ കൊണ്ടോ ആരെ കൊണ്ടും പറ്റില്ല. നിങ്ങൾ എണീറ്റ് നിൽക്കണം, അല്ലാതെ അവിടെ തന്നെ കിടന്നേ ഞാൻ ഇനി വരുമോ ഇല്ലാണ്ട് നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നോ വൺ കമ്മിങ് ടു സേവ് യു. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നിങ്ങൾ ഈ കഥ കേൾക്കണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഒരാളിങ്ങനെ വെള്ളത്തിൽ വീണ് കിടക്കുകയാണ്, ചുറ്റും കരകളൊന്നുമില്ല, അയാൾ എടിയപ്പെട്ടിട്ട് അത് മൊത്തം മരിക്കാനായ സിറ്റുവേഷൻ നിൽക്കുക. അപ്പൊ ദൈവത്തിനോട് പറയാൻ എന്നെ ഒന്ന് രക്ഷിക്കണേ, ഞാൻ നിന്നെ ഇത്രയും പ്രാർത്ഥിക്കുന്നതല്ലേ, നിനക്ക് വേണ്ടി ഇത്രയും സേവകൾ ചെയ്യുന്നതല്ലേ, അത്രയും സെർവ് ചെയ്യുന്ന ഒരാളാണ്, പൂജാരി കൈൻഡ് ഓഫ് ടൈപ്പ് ഉള്ള ഒരാളാണ്. അപ്പൊ അത്രയും നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ലൈഫിനെ തന്നെ സമർപ്പിച്ചിരിക്കുകയല്ലേ, പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കണേ ഇവിടുന്ന്. എന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഇടയിൽ ഒരു ബോട്ട് അതിൽ കൂടെ പോയപ്പോൾ ആ ബോട്ടിൽ ആൾ പറഞ്ഞു, വാ നീ ഇതിലോട്ട് കയറിക്കോ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല, ഇവിടെ അങ്ങോട്ട് വേറെ ബോട്ടൊന്നും വരാൻ പോകുന്നില്ല, വാ കയറിക്കോ എന്ന് പറഞ്ഞു. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ഇയാൾ പറഞ്ഞു, വേണ്ട, ആവശ്യമില്ല, എന്നെ ദൈവം രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഇയാൾ 2-3 പ്രാവശ്യം വിളിച്ചോട്ടോ, വാ കയറിക്കോ എന്ന്. ഇയാൾ സമ്മതിച്ചില്ല, എന്നെ ദൈവം രക്ഷിച്ചോളും, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. ആ ബോട്ടിന്റെ പാട്ടിന് പോയി, ഇയാൾ മരിക്കുകയും ചെയ്തു. ഇയാൾ മേലെ പോയപ്പോൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു, നീ പിന്നെ എന്നെ മരിക്കാൻ പറ്റും, നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ എന്ന ലെവലിൽ ചോദിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊണ്ട് തന്നു ആ ഒരു ബോട്ടിന്റെ രൂപത്തിൽ, പക്ഷെ നീ അവിടെ അതിനെ യൂട്ടിലൈസ് ചെയ്തില്ല. അവിടെ എൻ്റെ എന്താ തെറ്റുള്ളത്? എക്സാക്ട്ലി ലൈക്ക് ദിസ് ലൈഫിൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് വരും, അത് പല രീതിയിലാവാം. അതേസമയം ഞാൻ മരിച്ചേ തീരുള്ളൂ, ഞാൻ മുങ്ങി മരിച്ചേ തീരുള്ളൂ കൊണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ സ്റ്റേ സ്ട്രോങ്, പറ്റുന്ന പോലെയൊക്കെ എണീക്കാൻ നോക്കുക, ബാലൻസ്. Your good days are more closer than you ever think. So it's all about this video.